കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ പൈപ്പ് പൊട്ടൽ പതിവാകുകയാണ്. പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതോടെ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് നിരവധി കുടുംബങ്ങൾ. ഇന്ന് ചേവരമ്പലത്ത് പൈപ്പ് പൊട്ടിയതോടെ റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. റോഡ് തകർന്നത് മാത്രമല്ല, പൊട്ടിയ പൈപ്പിൽ നിന്ന് വന്ന വെള്ളം കടകളിൽ കയറിയതും വലിയ നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാവുകയാണ്. ഏറ്റവും ഒടുവിൽ ചേവരമ്പലത്താണ് പൈപ്പ് പൊട്ടിയത്. ഇതേ തുടർന്ന് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നു. ചേവായൂരിൽ നിന്ന് മലാപ്പറമ്പിലേക്കുള്ള ഗോൾഫ് ലിങ്ക് റോഡിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയത്. റോഡിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും റോഡിന്റെ ഇരുവശങ്ങളിലും 100 മീറ്ററോളം തകരുകയും ചെയ്തു. കടകൾ, ആരാധനാലയം, ഓഫീസുകൾ തുടങ്ങിയ ഇടങ്ങളിൽ വെള്ളം കയറിയതും നാശനഷ്ടത്തിന് ഇടയാക്കി. ഇവിടുന്ന് ഒരു ഭയങ്കര ശബ്ദത്തോടു കൂടി പൈപ്പ് പൊട്ടുകയും ഇവിടെ കടകളിൽ, പള്ളിയിൽ, CPM പാർട്ടി ഓഫീസിലൊക്കെ വെള്ളം കയറി. കടകളിലൊക്കെ ഇപ്പോൾ ഒരു ഞാനൊരു കട നടത്തുന്നതാണ്. കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ പുഴ പോലെ ഒഴുകുമായിരുന്നു. ബൈപ്പാസിൽ മലാപ്പറമ്പ് ജംഗ്ഷനിൽ റോഡ് പണി നടക്കുന്നതിനാലാണ് പൈപ്പ് ഇടയ്ക്കിടെ പൊട്ടുന്നത്. കഴിഞ്ഞ ദിവസവും പൈപ്പ് പൊട്ടിയതോടെ മലാപ്പറമ്പ് മുതൽ എരഞ്ഞിപ്പാലം വരെയുള്ള ഭാഗങ്ങളിലെ വീടുകളിൽ കുടിവെള്ള വിതരണം നിലച്ചിരുന്നു. ഇതോടെ പൈപ്പ് വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്നവർ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കൊടുംവേനലിൽ കുടിവെള്ളം ലഭിക്കാതെ വലയുകയാണ് അനേകം കുടുംബങ്ങൾ. ഈ വേളയിലാണ് പൈപ്പ് പൊട്ടുന്നതും വെള്ളം പാഴാകുന്നതും. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ അനിവാര്യം. രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഈ പൈപ്പ് പൊട്ടൽ ആ മേഖലയിൽ ജനജീവിതത്തെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചില പ്രതികരണങ്ങൾ കൂടി നോക്കാം. പിന്നെ ഒരു മണിക്കൂർ നേരം ജനങ്ങൾക്ക് ആകെ ഒരു പ്രയാസം നേരിട്ടുണ്ട്. കാരണം പുഴ പോലെ വരുന്ന ഒരു വെള്ളം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാതെ ആകെ ഒരു ആശങ്കാകുലരായി തീർന്നിട്ടുണ്ട് ജനങ്ങൾ. റോഡ് ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ തന്നെ 2 ഭാഗത്ത് വിള്ളലൊക്കെ രൂപപ്പെട്ടു. ഇവിടെ ഒരു ഗർത്തം, ഒരു കിണർ പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഒക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട്. അത് എത്രത്തോളം അതിൻ്റെ ആഘാതം ഉണ്ട് എന്നുള്ള അവർ വന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയുള്ളൂ. കൂടുതൽ ഫോഴ്സ് ആയിട്ടാണ് തോന്നുന്നത്. അത് കുറേ വർഷമായി, ഇത്ര വർഷം ഓർമ്മയില്ല, കുറേ വർഷത്തെ പഴക്കമുണ്ട്. മലാപ്പറമ്പ് ഭാഗത്ത് പല വർക്കും നടക്കുന്നുണ്ട്. ജപ്പാൻ്റെ പദ്ധതിയായിട്ട് എന്ത് വർക്കാന്ന് നമുക്കറിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു യൂട്യൂബുമായിട്ടുള്ള ഇങ്ങനെ ആകൃതിയിലൊരു സ്ഥലമാണ് ചേവരമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ആകൃതി, അതുകൊണ്ട് ഇവിടെ പ്രഷർ വന്ന് പൊട്ടിയതൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഡ്രെയിനേജ് കംപ്ലീറ്റ് ബ്ലോക്കായിട്ടുണ്ടാവും. ഈ ഡ്രെയിനേജിൽ കംപ്ലീറ്റ് ഈ മണ്ണ് ഫുള്ള് ഈ ഡ്രെയിനേജിൽ കയറിയിട്ടുണ്ടാവും. അങ്ങനെ ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇനി റോട്ടിൽ കൂടി ഇല്ല കടകളിലൊക്കെ പരന്നൊഴുകുക.